7, that is module 3 വരുന്ന ഫസ്റ്റ് ലെസൺ ആണ് ലെസൺ 7 സൊല്യൂഷൻസ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഉള്ള കുറേ ചാപ്റ്റേഴ്സ് TMAയിൽ വരുന്നതാണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഫോർ അവർ എക്സാം ചാപ്റ്റർ. എക്സാമിന് വരുന്ന ഒരു ചാപ്റ്ററാണ് സൊല്യൂഷൻസ്. ഭയങ്കര ഈസി ആയിട്ട്, നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ചാപ്റ്റർ പോലെ ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സൊല്യൂഷൻസ്. പേര് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സൊല്യൂഷൻസ് എന്താണ് എന്നുള്ള കാര്യം. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, കമ്പോണൻസ് ഓഫ് എ സൊല്യൂഷൻ. സോ വാട്ട്? A solution is a homogeneous mixture of two or more substances. Solution എന്ന് പറയുന്നത് എന്താണ്? Homogeneous mixture. Homogeneous എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ചായ യൂസ് ചെയ്യുകയാണ്, ചായ എടുക്കുകയാണ്. ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ് ചായ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ചായയുടെ കോൺസെൻട്രേഷൻ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ടേസ്റ്റ് എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും. അതുപോലെ ഒരു യൂണിഫോം കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന മിക്സ്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. സോ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more component substances. സോൾവെന്റ്, നമ്മൾ ഇനി സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. സൊല്യൂട്ടും സോൾവെന്റും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. Solvent is that component of a solution that has the same physical state as the solution itself. Solute is the substance that is dissolved in a solvent. അപ്പോൾ ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിൽ കൂടുതൽ അളവിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാണോ അതേ അളവിൽ കാണുന്ന സബ്സ്റ്റൻസ് തന്നെ ആയിരിക്കും സോൾവെന്റ്. ഈ സോൾവെന്റിനകത്ത് നമ്മൾ എന്താണോ ഡിസോൾവ് ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് എന്ത്? സൊല്യൂട്ട് എന്ന് പറയുന്നത്. Now, the concentration of solution. ഇനി നമ്മളെ കോൺസെൻട്രേഷൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നോക്കാനായിട്ട് പോകുന്നത്. Some of the properties of solutions depend on the amount of solute compared to that of the solvent. This is called the solution concentration. There are several ways to describing concentration of solution, including molarity, molality, normality, mole fraction, and mass percentage. സോ ഫസ്റ്റ് വൺ ഈസ് മൊളാരിറ്റി. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എപ്പോഴും ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ദിസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. സോ മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആൻഡ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ M. അതായത് നമ്മളൊരു ലിറ്റർ അളവിലാണ് സൊല്യൂഷൻ എടുക്കുന്നതെങ്കിൽ ആ ലിറ്റർ സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ടെന്ന് പറയുന്നതിനെയാണ് മൊളാരിറ്റി ഓർ ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ M ഈസ് ഈക്വൽ ടു N/V, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ഇനി വേർ N ഈസ് ദ നമ്പർ ഓഫ് മോൾസ്, V ഈസ് ദ വോളിയം ഓഫ് സൊല്യൂഷൻ. ദെൻ a 2 molar solution of sulfuric acid would be labeled as molar ആണെങ്കിൽ എന്തിടണം? ക്യാപിറ്റൽ MOH2SO4 എന്നിടണം. That means it is prepared by adding 2 mole of H2SO4 to water to make a liter of solution. Molarity, ഈ സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Molarity of a solution changes with temperature because of expansion or contraction of the solution. അതായത് മൊളാരിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യും? വേരി ചെയ്യും. അത് കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, മൊളാലിറ്റി. MOLALITY. മൊളാലിറ്റി, it is the number of moles of solute dissolved per kilogram of solvent. എന്താണ്? സോൾവെന്റിന്റെ എമൗണ്ട് കിലോഗ്രാമിലായിരിക്കും. It is designated by the symbol M. That is the 2 molar H2SO4 is labeled 2 molar sulfuric acid. That is prepared by adding 2 mole of H2SO4 in 1 kilogram of water. Number of moles, molality എന്ന് പറയുന്നത് എന്താണ്? 1000 into number of moles divided by mass of the solution. Example, find out the molarity of the solution which contains 32 gram of methyl alcohol in 200 ml of solution.
മൊളാരിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൊളാരിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ഇനി നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഈ നമ്മൾ എടുത്തിരിക്കുന്ന സാധനത്തിന്റെ ഈ പ്രോബ്ലത്തിലെ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. സോ മോളാർ മാസ് ഓഫ് മെഥനോൾ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? അറ്റോമിക് മാസ് ഓഫ് കാർബൺ ദിസ് 12 പ്ലസ് 3 ഹൈഡ്രജൻ 1 into 3 പ്ലസ് ഒരു ഓക്സിജൻ പ്ലസ് 16 പ്ലസ് 1 ദാറ്റ് ഈസ് 32 gram per mole. ഇനി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എത്രയാണ്? 32 ആണ്. അപ്പോൾ 32/32 നമ്മുടെ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് 1 മോൾ ആണ്. ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ. നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറയുന്നത് വോളിയം ഓഫ് സൊല്യൂഷൻ എന്തിലായിരിക്കണം? ലിറ്ററിലായിരിക്കണം. സോ 200 into 1000 divided by 100 that is 0.2 liter എന്ന് നമുക്ക് കിട്ടി. So 1 by 0.2 that is 5 molar എന്ന് നമുക്ക് എന്ത് കിട്ടി? മൊളാരിറ്റി. ഇനി what is the molarity of sulfuric acid solution of density 1.20 gram per centimeter cube containing 50%? Okay. അപ്പോൾ 1 centimeter cube H2SO4 of solution എന്ന് പറയുന്നത് 1.20 gram ആണ്. ഓക്കെ. അപ്പൊ മാസ് ഓഫ് ലിറ്റർ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1.20 into 1000 that is 1200 gram. Mass of H2SO4 in 100 gram is 50 gram. 50% ആണ് തന്നിട്ടുണ്ട്. So that is 50 gram. Mass of H2SO4 in 1200 gram of solution is 50 by 100 into 1200 then 600 gram. Mass of water in the solution is 1200 minus 600 gram ആണ്. Molar mass 98 ആണ്. So number of moles എന്ന് പറയുന്നത് 600. Given mass by molar mass 600 by 98. Then number of moles എന്ന് പറയുന്നത് molarity is number of moles divided by mass of water. So 600 by 98 into 1000 by 1 by 600 into 1000 that is 6.8 molar ആയിരിക്കും. Okay. So normality is the next term. Normality is another concentration unit. It is defined as the number of gram equivalent weights of solute dissolved per liter of solution. Okay. Number of എന്താണ്? Number of gram equivalent weights of solute dissolved in solution. Equivalent weight ആണെങ്കിൽ atomic or molecular weight by valency. Equivalent weight of an acid ആണെങ്കിൽ molecular weight by basicity. Equivalent weight of base ആണെങ്കിൽ molecular weight by acidity. Equivalent weight of a salt ആണെങ്കിൽ molecular weight divided by total valency of the metal atom. Okay. Normality കണ്ടുപിടിക്കുന്ന equation number of gram equivalent weights of solute divided by volume of solution in liters. Mass of solute in grams divided by equivalent weight of the solute. നമുക്കറിയാം നമ്മൾ തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ആണ്. നമ്പർ ഓഫ് ഗ്രാം ഇക്വലന്റ് then 1 by volume of solution ആണ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ mole fraction. Mole fraction, the mole fraction of a component is a solution is the ratio of its number of moles of the to the total number of moles of all the components in the solution. If a solution contains 2 mole of alcohol and 3 mole of water, then the mole fraction of alcohol is 2 by 5. അതായത് 2 mole of water 3 alcohol. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 5 and 2 by 5 and water ആകുമ്പോഴോ 3 by 5. The sum of mole fraction of the all components is of solution is equal to 1. Mole fraction സം എപ്പോഴും എത്ര ആയിരിക്കും? 1 ആയിരിക്കും. The mole fraction represent ചെയ്യുന്നത് chi A of a component A in solution B. അതായത് chi A എന്ന് പറഞ്ഞാൽ എന്താണ്? Number of moles of A divided by total number of moles. Then mass percentage എന്ന് പറയുന്നത് എന്താണ്?
mass of solute divided by mass of solution into 100 ചെയ്യുമ്പോഴാണ് നമുക്ക് mass percentage കിട്ടുന്നത്. Okay. So thus a solution containing 36 gram water and 46 gram ethyl alcohol. Determine the mole fraction of each component. Mole fraction എങ്ങനെ കണ്ടുപിടിക്കും? Number of moles of water കണ്ടുപിടിക്കണം. Given mass അറിയാം 36, molar mass 18. So number of moles of water എന്ന് പറയുന്നത് 2. Number of moles of എന്താണ്? Ethyl alcohol. Molar mass 46, given mass 46, so 1. So total number of moles 3. Mole fraction of water ആണെങ്കിൽ number of moles of water by total number 2 by 3, 0.67. And മറ്റേതാണെങ്കിലോ 1 minus 67 എടുക്കുമ്പോൾ 0.33 ആയിരിക്കും കിട്ടുന്നത്. Now നോർമാലിറ്റി കണ്ടുപിടിക്കാൻ അതുപോലെ അതിൻ്റെ ഇക്വേഷൻ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമാലിറ്റിയും എല്ലാം മൊളാലിറ്റിയും എല്ലാം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. Solutions can be solid, liquid or gas. Solid solutions ആവാം, liquid ആവാം, gas ആവാം. Depending upon the physical state of the solute and the solvent, there are 9 possible types of solutions consisting of 2 components. Different types of solutions are, first one, സൊല്യൂട്ടും സോൾവെന്റും ഗ്യാസ് ആയിട്ട് വരുന്ന സൊല്യൂഷൻസ് ആണ് എയർ. Then സൊല്യൂട്ട് ഗ്യാസും സോൾവെന്റ് ലിക്വിഡും നമുക്കറിയാം. സോഡ വാട്ടർ, വാട്ടറിന്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ആവാം, ഹ്യൂമിഡിറ്റി ഇൻ എയർ, ലിക്വിഡ് ആകുമ്പോൾ ആൽക്കഹോൾ ഇൻ വാട്ടർ, ലിക്വിഡ് സോളിഡ് ആകുമ്പോൾ മെർക്കുറി ഇൻ ഗോൾഡ്. നൗ സോളിഡും ഗ്യാസും ആണെങ്കിൽ ദാറ്റ് ഈസ് ക്യാംഫർ ഇൻ എയർ, സോളിഡും ലിക്വിഡും ആണെങ്കിൽ എന്താണ്? ഷുഗർ ഇൻ വാട്ടർ. ആൻഡ് സൊല്യൂട്ട് സോളിഡും സോൾവെന്റ് എന്തുമാണ്? സോളിഡും ആണെങ്കിൽ ദാറ്റ് ഈസ് അലോയ്സ് ഓഫ് ഡിഫറെന്റ് മെറ്റൽസ്. Generally, we come across only of the following 3 types of solutions. Okay, നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന 3 types ആണ്. First one, liquid in liquids. In the solution of liquids in liquids, such as alcohol in water, the constituent present in smaller amounts is designated as solute, and the constituent present in larger amount are considered as solvents. When 2 liquids are mixed, the 3 different situations may arise. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, both liquids are completely miscible. രണ്ടുപേരും എന്താവും? completely miscible. That is, when 2 liquids are mixed, they dissolve in each other in all proportions. Second one, the liquids are partially miscible. അതായത് കുറച്ച് ഡിസോൾവ് ആവും, കുറച്ച് ഡിസോൾവ് ആവാതെ ഇരിക്കും. എക്സാമ്പിൾ ഫിനോളും വാട്ടറും. And third condition, the liquids are completely immiscible. അതായത് ഒരിക്കലും അവർ ഡിസോൾവ് ചെയ്യില്ല. എക്സാമ്പിൾ വാട്ടർ ബെൻസീൻ, വാട്ടർ ടൊലുവീൻ, അതുപോലെയുള്ള സൊല്യൂഷൻസ്. നെക്സ്റ്റ്, സെക്കൻഡ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ, gases in liquids. Gases are generally soluble in liquids. Oxygen is sufficiently soluble in water, which allows the survival of aquatic life in ponds, rivers and oceans. Gases like carbon dioxide, ammonia are highly soluble in water. The solubility of a gas in liquid depends on the pressure, temperature and the nature of the gas and the solvent. These factors are effect of pressure. ഇനി, the variation of solubility of gas in a liquid with pressure is governed by Henry's law. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഗ്യാസ് ഇൻ ലിക്വിഡ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ ഒരു ഗ്യാസ് ആണ്. ഓക്സിജൻ സഫീഷ്യന്റ് ആയിട്ട് വാട്ടറിൽ ഡിസോൾവ് ആവുന്നത് കൊണ്ടാണ് അക്വാട്ടിക് സ്പീഷീസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? സർവൈവ് ചെയ്യുന്നത്. അതുപോലെ വേറെയും ഗ്യാസസ് ഉണ്ട്, ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, അങ്ങനെയുള്ള ഗ്യാസുകളൊക്കെ വാട്ടറിൽ സോല്യൂബിൾ ആകാം. അപ്പോ ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ സോല്യൂബിൾ ആകുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്നാണ് പ്രഷർ എന്ന് പറയുന്ന ഫാക്ടർ. സോ ഈ പ്രഷറും സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡിനെയും ഗവേൺ ചെയ്യുന്ന ഒരു ലോ ആണ് ഏതില്ല? Henry's law. ഇതാണ് Henry's law. The mole fraction of a gas dissolved in a solvent is directly proportional to the partial pressure of the gas. അല്ലെങ്കിൽ ഒരു ഗ്യാസ് നമ്മൾ എടുത്തു, ആ ഗ്യാസ് എൻ്റെ സോല്യൂബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദി ഗ്യാസ്. പ്രഷർ കൂടുതലാണെങ്കിൽ സോല്യൂബിലിറ്റിയും കൂടുതലായിരിക്കും. പ്രഷർ കുറവാണെങ്കിൽ
solubility കുറയും. So Henry's law represented that chi is equal to Kp, where K is a constant, P is the partial pressure of the gas, and chi is the mole fraction of the gas in the solution. Now the conditions of Henry's law. First one, conditions for validity of Henry's law എന്ന് പറയുന്നത്, it is found that gases obey Henry's law under the following conditions. ഈ 3 കണ്ടീഷൻസിലെ obey ചെയ്യത്തുള്ളൂ. First one, the pressure is not too high. Pressure എന്താവാൻ പാടില്ല, ഒരുപാട് ഹൈ ആകാൻ പാടില്ല. Second one, the temperature is not too low. Temperature ഒരുപാട് കുറയാനും പാടില്ല. The gas do not dissociate or associate or enter into any chemical reaction with the solvent. ഈ ഗ്യാസ് അസോസിയേറ്റ് ചെയ്യാനോ ഡിസോസിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സോൾവെന്റുമായിട്ട് യാതൊരു തരത്തിലുള്ള റിയാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനോ പാടില്ല. Now the second factor is effect of temperature. The solubility of a gas in liquid at constant pressure decreases with rise in temperature. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് solubility of a gas in liquid എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, എഫക്റ്റ് ഓഫ് നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് സോൾവെന്റ്. ഗ്യാസ് പല ഗ്യാസുകൾ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്ന റേറ്റും എങ്ങനെയായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ് ആൻഡ് അമോണിയ ആർ ഹൈലി soluble in water, whereas oxygen, nitrogen, hydrogen are sparingly soluble. Okay. Next one, solids in liquids. When a solid is dissolved in liquid, the solid is referred as the solute and the liquid is the solvent. For example, sodium chloride നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ sodium chloride is the solute and water is the solvent. Now, next topic is vapor pressure. If we keep an inverted beaker over a small beaker containing pure liquid, അതായത് നമ്മുടെ കയ്യിൽ ഒരു പ്യുവർ ലിക്വിഡ് ഉള്ള ഒരു ബീക്കർ ഉണ്ട്, അതിന്റെ മുകളിൽ നമ്മൾ വേറൊരു ബീക്കർ ഇങ്ങനെ കമഴ്ത്തി ഇൻവേർട്ടഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് the molecules of the liquid start evaporating in the form of vapors and fill the empty space above the beaker covering the liquid. എന്ത് ചെയ്യും, ഈ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ പ്യുവർ ലിക്വിഡിലെ പാർട്ടിക്കിൾസ് ഇവാപറേറ്റ് ചെയ്യുകയും ഈ നമ്മളിങ്ങനെ കമഴ്ത്തി വെച്ച ആ ബീക്കറിന്റെ സ്പേസിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ഫിൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, റോഡ്സ് ലോ എന്താ പറയുന്നത്, എന്തുവാ, two miscible liquids A and B would have the same vapor. The relation between vapor pressure of liquid and mole fraction. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസും സോലിബിലിറ്റിയും. ഇവിടെ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും given by Rod's law. Rod's law states that for a solution of volatile liquids, the partial vapor pressure of each liquid in the solution is directly proportional to mole fraction. Rod's law is applicable only if the liquids are miscible. റോഡ്സ് ലോ പറയുന്നത് രണ്ടും നമ്മുടെ സൊല്യൂട്ടും സോൾവെന്റും ലിക്വിഡ് ആണെങ്കിലുള്ള കേസാണ്. അപ്പൊ ഈ രണ്ട് ലിക്വിഡ്സും മിസിബിൾ ആകുന്ന സൊല്യൂഷൻസിൽ മാത്രമേ റോഡ്സ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. The vapor phase now consists of vapors of both the liquids A and B. The partial vapor pressure of each will depend upon the mole fraction of the solution. Okay. For example, ഇപ്പൊ നമ്മുടെ കയ്യിൽ A എന്നും B എന്നും the mole fractions of the liquids A and B be chi A and chi B respectively. If PA and PB the partial vapor pressures of the liquid A and B, then PA, partial vapor pressure of A, is directly proportional to mole fraction of A. ഇപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ PA ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു chi A. അതുപോലെ PB is directly proportional to chi B, that is PB is equal to P0B into chi B, where P0A and P0B represents the vapor pressure of the pure liquids A and B respectively. Ini, the values of P and PB are plotted against the values of chi A and chi B for solutions. Two straight lines obtained like this. Okay. So, ഇവിടെ chi A, ഇവിടെ chi A is equal to 1. അപ്പോൾ നമ്മൾ 0യിൽ തുടങ്ങി ഇവിടെ എവിടെയാണോ നോട്ട് ചെയ്യുന്നത് അത് ആ ലിക്വിഡിന്റെ പ്യുവർ വേപ്പർ പ്രഷർ P0A.
and this is the vapor pressure of the liquid. And ഇവിടെ chi b is equal to 0, ഇവിടെ chi b is equal to 1. നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. And this is the partial pressure of the liquid B and this is the pure component. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ടോട്ടൽ വേപ്പർ പ്രഷർ കിട്ടും. So thus P is equal to PA plus PB. The total vapor pressure of the solution is represented by joining the line P0 A and P0 B. The solutions which obey Rolle's law are known as what? Ideal solutions. A solution which obeys Rolle's law over the entire range of concentration at all temperatures are known as ideal solution. Ideal solution ന്റെ ഗ്രാഫ് ആണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റോൾസ് ലോ എന്താണ്, ഹെൻറീസ് ലോ, അതിന്റെ കണ്ടീഷൻസ്, ഇത്രയുമാണ് അതിൻ്റെ അകത്ത് വരുന്ന ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നൗ Rolle's law for solutions containing non-volatile solute. ഓക്കെ, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കറിയാം റോൾസ് ലോ പറയുന്നത് എന്താണ്, വേപ്പർ ഫേസിന്റെ കേസ്. അപ്പോൾ ഒരു ലിക്വിഡ്, ഒരു സൊല്യൂഷൻ എന്താവണം, ലിക്വിഡ് എത്രയും പെട്ടെന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറണം. അങ്ങനെ ഒരു ലിക്വിഡ് എത്രയും പെട്ടെന്ന് വേപ്പർ ആയിട്ട് മാറുന്ന സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അതിനെ പറയുന്നതാണ് വോളറ്റൈൽ നേച്ചർ എന്ന് പറയും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ലിക്വിഡ്സിന് എന്താവാൻ പറ്റുന്നില്ല, വേറൊരു സ്റ്റേറ്റിലേക്ക്, ഒരു വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറയുന്നത്. സോ റോൾസ് ലോ ഫോർ സൊല്യൂഷൻസ് കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ഇഫ് വി ഹാവ് ആൻ aqueous solution containing a non-volatile solute such as sugar or salt, what do you think about the vapor pressure? Okay, അപ്പോൾ ആ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ, നോൺ വോളറ്റൈലിന്റെ വേപ്പർ പ്രഷർ ആയിരിക്കില്ല, നമുക്ക് ആരുടെ മാത്രമേ കിട്ടുള്ളൂ? The vapor phase of such solution consists of vapors of solvent only because the solute is non-volatile. അപ്പോൾ നമ്മൾ സോൾട്ടും വാട്ടറിൽ മിക്സ് ചെയ്തു, സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. ഇതിലെ വാട്ടർ മാത്രം ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് നടന്നു പോകും. സോൾട്ട് ഇവാപ്പറേറ്റ് ചെയ്യോ? ഇല്ല. അപ്പോൾ വേപ്പർ ഫേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആരുടെ മാത്രം വേപ്പേഴ്സേ അവിടെ കാണുള്ളൂ? വാട്ടറിന്റെ മാത്രം വേപ്പേഴ്സേ കാണത്തുള്ളൂ. സോ ബിക്കോസ് ദ സൊല്യൂട്ട് ഈസ് നോൺ വോളറ്റൈൽ. Since the mole fraction of the solvent in solution is less than 1, therefore according to Rolle's law, the vapor pressure of the solution will be less than the vapor pressure of the pure solvent. If the total vapor pressure of the solution is P, then PA is equal to P0A chi A. For a binary mixture, the sum of mole fraction is equal to unity. Therefore, chi A is equal to 1 minus chi B. Substituting the same value in the above equation, P0A into 1 minus chi B ആണെങ്കിൽ PA by P0A is equal to chi B. Therefore, P0A minus PA by P0A is equal to chi B. Okay. In the above equation, P0A minus PA represents the lowering of vapor pressure and P0A minus PA by P0A gives the relative lowering of vapor pressure. An alternative statement of Rolle's law or the solutions of non-volatile solute is the relative lowering of vapor pressure for a solution is equal to the number of fraction of the solute when only the solvent is volatile. Okay, അത്രയുമാണ് റോൾസ് ലോയിൽ വരുന്ന കേസ്. Now the next one is ideal and non-ideal solutions. Okay, ideal solutions obey Rolle's law. During their formation, there is no change in heat and volume. And non-ideal solutions are those solutions which do not obey Rolle's law and whose formation accompanied the change in heat and volume. അപ്പോൾ എന്താണ്, റോൾസ് ലോ ഒബേ ചെയ്യുകയും ഹീറ്റിനും വോളിയത്തിനും ചേഞ്ച് ഒന്നും ഇല്ലാതിരിക്കുന്ന സൊല്യൂഷൻസിനെ ഐഡിയൽ സൊല്യൂഷൻസ് എന്നും, റോൾസ് ലോ ഒബേ ചെയ്യാത്തതും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹീറ്റിനും വോളിയത്തിനും ചേഞ്ച് ഉണ്ടാവുന്നെങ്കിൽ ദാറ്റ് ആർ നോൺ ആസ് വാട്ട്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. മോസ്റ്റ് ഓഫ് ദ റിയൽ സൊല്യൂഷൻസ് ആർ നോൺ ഐഡിയൽ. They show considerable deviation from the ideal behavior. Okay, അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ സൊല്യൂഷൻസും എന്താണ്? നോൺ ഐഡിയൽ ആണ്. ബിക്കോസ് നമ്മൾ അവരെ മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അവരുടെ വോളിയത്തിന് ചേഞ്ച് വരും, അല്ലെങ്കിൽ അവരുടെ എന്തിന് ചേഞ്ച് വരും? ഹീറ്റിന്, എനർജിക്ക് ചേഞ്ച് വരും. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ
ഒന്നുകിൽ ഇവർ രണ്ട് രീതിയിലുള്ള ഡീവിയേഷൻസ് കാണിക്കാം. ഒന്നുകിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഡീവിയേഷൻ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞൊരു ഡീവിയേഷൻ കാണിക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻസ് ആർ ഷോൺ ബൈ liquid pairs for which the AB molecular interactions are weaker than AA and BB molecular interactions. The total vapor pressure of such solutions is greater than the predicted Rolle's law. The total vapor pressure of a solutions will be maximum for a particular intermediate. Examples of non-ideal solutions showing positive deviation from Rolle's ideal behavior and mixtures of liquids such as water and propanol, ethanol chloroform, acetone carbon disulfide, ethanol cyclohexane, etc. കണ്ടോ, ഇതാണ് ഗ്രാഫ്. നമ്മൾ നേരത്തെ വരച്ച ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് ഡോട്ടഡ് ലൈൻസിൽ കൊടുത്തിരിക്കുന്നത്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അവിടെ നിന്നെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും എന്താണ് വാല്യൂ കൂടുതലായിരിക്കും. These dotted lines are the normal Rolle's law graph. അതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടിയ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. Now, negative deviation shows that liquid pairs for which the AB molecular interactions are stronger than AA or BB interactions. The total vapor pressure for such solutions is less than the predicted by Rolle's law ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഡോട്ടഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ റോൾസ് ലോ, ബട്ട് അതിനേക്കാൾ കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന ഗ്രാഫിന്റെ വാല്യൂ. ആൻഡ് എക്സാമ്പിൾസ് ഓഫ് നെഗറ്റീവ് ഡീവിയേഷൻസ്: ക്ലോറോഫോം അസറ്റോൺ, ദെൻ വാട്ടർ സൾഫ്യൂരിക് ആസിഡ്, ഫീനോൾ അനിലീൻ, വാട്ടർ HCl, എക്സെട്ര. ഓക്കെ,